ഹല്ലേലൂയ. തക്ക സമയത്ത് മറുപടി തരുന്ന ദൈവം, തക്ക സമയത്ത് മഴ അയക്കുന്ന ദൈവം, തക്ക സമയത്ത് അനുഗ്രഹം പകരുന്ന ദൈവം. എന്തായാലും അന്ന് രാത്രി അഹശ്വേരോശിന് ഉറക്കം വന്നില്ല. ഏത് രാത്രിയിൽ? ഉപവാസത്തിൻ്റെ 3-ാം ദിവസം രാത്രിയിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്നലെ വരെ ലഭിക്കാത്ത, ഇന്നലെ വരെ നീ ആകുലതയോട് ചിന്തിച്ച വിഷയത്തിന് പരിഹാരവുമായി ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്തായാലും അഹശ്വേരോശിന് ഉറക്കം വരാഞ്ഞിട്ട് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിപ്പിച്ചപ്പോൾ, വായിച്ചു വന്നപ്പോൾ മൊർദെഖായി തന്നെ കയ്യേറ്റം ചെയ്യാനുള്ളവരെ കാര്യം പറഞ്ഞു. അവരെ കഴുകുമരത്തിന്മേൽ കാര്യം സത്യമെന്ന് ബോധ്യപ്പെട്ടിട്ട് രാജാവിനോട് ചെന്ന് ചുമ്മാതെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. ശരിയായ വിവരം കൊടുത്ത മൊർദെഖായിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, രാജാവിനോട് വായിച്ചു കേൾപ്പിച്ചവർ പറഞ്ഞു കാണും, ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ രാജാവ് രാത്രിയിൽ തീരുമാനിച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നല്ല മനസ്സോടെ വന്ന്, ഹല്ലേലൂയ, സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് രാജാവ് ആലോചിച്ചു കൊണ്ടിരിക്കുക, എന്നെ വിടുവിച്ച, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് എനിക്ക് വലിയ അനർത്ഥം നേരിടേണ്ടിയിടത്തുനിന്ന് എനിക്ക് വേണ്ടി പറഞ്ഞ മൊർദെഖായിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഹാമാൻ റെഡിയായിട്ട് വന്നിരിക്കുക. മൊർദെഖായിയെ തൂക്കുവാനുള്ള 50 മുഴം കാമൻ ഉയരമുള്ള കഴുകുമരം ഉണ്ടാക്കിയിട്ട് സകല കാര്യങ്ങളും ക്രമീകരിച്ചിട്ട്, ഹല്ലേലൂയ, രാജാവിൻ്റെ വിരുന്നിന് എസ്തർ എന്നെയല്ലാതെ കൂടെ ആരെയും വിളിച്ചിട്ടില്ല, ഹല്ലേലൂയ എന്നൊക്കെ അറിഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെ ഭാര്യയോട് എന്ന് പറഞ്ഞു, ഇതൊക്കെ കിട്ടിയിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല. കാര്യം എന്താണ്? ഈ മൊർദെഖായി വാതുക്കൽ ഇരിക്കുന്ന കാലത്തോളം നിന്നെ കണ്ടുകൊണ്ട്, നിന്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടുകൊണ്ട്, നിന്റെ ആരാധന കണ്ടുകൊണ്ട്, മറ്റുള്ളവരോട് വേർപെട്ട ജീവിതം കണ്ടുകൊണ്ട് നിനക്കെതിരെ ശത്രു എത്ര ഗൂഢപദ്ധതി ഉണ്ടാക്കിയാലും അതിനെ തീർക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്നുള്ള തെളിവാണ് എസ്തറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഹല്ലേലൂയ.